ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാപ്കട്ടിൻ്റെ ഒരു ചെറിയൊരു ട്യൂട്ടോറിയലാണ് കേട്ടോ. ഇത് എഡിറ്റിംഗ് സിംഗങ്ങൾക്കുള്ള വീഡിയോയേ അല്ല, മറിച്ച് ക്യാപ്കട്ട് എന്താണ്, ക്യാപ്കട്ടിലെ ടൂൾസ് എങ്ങനെയൊക്കെ യൂസ് ചെയ്യുക എന്നുള്ളൊരു ബിഗിനർ ഗൈഡാണ് കേട്ടോ. കാരണം കുറേ പേർക്ക് ഇപ്പോഴും ക്യാപ്കട്ട് യൂസ് ചെയ്യാൻ അറിയാത്തവരുണ്ട്, അവർക്കായിട്ടുള്ളൊരു മിനി ട്യൂട്ടോറിയലാണ് കേട്ടോ ഇത്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക, എങ്കിലേ നിങ്ങളുടെ വീഡിയോസ് എങ്ങനെയാണ് നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യുക എന്നുള്ളത് മനസ്സിലാവത്തുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലോട്ട് പോയാലോ. അപ്പോൾ നിങ്ങൾ ക്യാപ്കട്ട് യൂസ് ചെയ്യുന്നതിന് മുന്നേ ഒരു VPN നിങ്ങൾ കണക്റ്റ് ആക്കണം. ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്നത് പ്രോട്ടോൺ എന്ന് പറഞ്ഞിട്ടുള്ള VPN ആണ്. അത് പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ് കേട്ടോ. ഈ ഒരു VPN യൂസ് ചെയ്താലേ ആ ഒരു ക്യാപ്കട്ടിലുള്ള എഫക്റ്റും കാര്യങ്ങളൊക്കെ നമുക്ക് പ്രോപ്പറായിട്ട് കിട്ടത്തുള്ളൂ. അപ്പോൾ ക്യാപ്കട്ട് ഓപ്പൺ ആക്കിയ ശേഷം ന്യൂ പ്രൊജക്റ്റ് എന്നില്ലേ, നിങ്ങളുടെ ഫൂട്ടേജ് നിങ്ങൾ ഗാലറിയിൽ നിന്ന് ഇതിലോട്ട് ആഡ് ആക്കി കൊടുക്കുക. അപ്പോൾ താഴെ നോക്കിക്കഴിഞ്ഞാൽ ഒത്തിരി ടൂൾസ് കാണാം. അപ്പോൾ കുറച്ച് ടൂൾസ് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ കേട്ടോ. കാരണം ബിഗിനറായ ഒരാൾക്ക് അത്രയും അറിഞ്ഞാൽ മതി, ബാക്കിയൊക്കെ നമ്മൾ ചെയ്തു വരുന്ന അനുസരിച്ച് ഓട്ടോമാറ്റിക്കായിട്ട് ബാക്കിയും പഠിക്കുന്നതാണ്. അപ്പോൾ ഫസ്റ്റത്തെ ടൂളായിട്ടുള്ള എഡിറ്റ് നിലയിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ സ്പ്ലിറ്റ് എന്നാണ് കാണുന്നത്. സ്പ്ലിറ്റ് മീൻസ് നമ്മുടെ വീഡിയോനെ രണ്ടാക്കി മാറ്റാൻ പറ്റും. കാരണം ഫസ്റ്റത്തെ ഒരു ഭാഗം നമുക്ക് വേണ്ട എന്നാണെങ്കിൽ ആ ഒരു വീഡിയോയിൽ ക്ലിക്ക് ചെയ്ത ശേഷം നമുക്ക് അത് ഡിലീറ്റ് ഓപ്ഷൻ അവിടെ തന്നെ ഉണ്ട്, ഡിലീറ്റ് ആക്കി കളയാം. അതല്ല നിങ്ങൾക്ക് ഫസ്റ്റത്തെ ആ ഒരു ഭാഗം നിങ്ങൾക്ക് ലാസ്റ്റിലോട്ടാണ് വേണ്ടതെന്ന് വെച്ചാൽ അതൊന്ന് ഹോൾഡ് ചെയ്ത് പിടിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ട് നീക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫ്രണ്ടിലോട്ടോ ബാക്കിലോട്ടോ ഒക്കെ ആക്കി കൊടുക്കാൻ പറ്റും. ഇനി നിങ്ങൾ ആ ഒരു ഫൂട്ടേജ് സ്പ്ലിറ്റ് ആക്കി അല്ലെങ്കിൽ ഡിലീറ്റ് ആക്കി ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ അണ്ടർ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് അത് റിക്കവർ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. ഇനി അടുത്ത ടൂൾ സ്പീഡാണ്. സ്പീഡിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലെ 3 ഓപ്ഷൻ കാണാം. ഇത് പ്രോ വെർഷൻ ആയതുകൊണ്ടാണ് 3 ഓപ്ഷൻ. നോർമൽ ഒരു ക്യാപ്കട്ട് ആണെങ്കിൽ ആ ഒരു ഫസ്റ്റത്തെ 2 ഓപ്ഷൻ മാത്രമേ കാണത്തുള്ളൂ. അപ്പോൾ ആ ഒരു ഫസ്റ്റത്തെ നോർമലി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ വീഡിയോ ഫുള്ളായിട്ട് നമുക്ക് അതിൻ്റെ സ്പീഡ് കൺട്രോൾ ചെയ്യാൻ പറ്റും കേട്ടോ. നിങ്ങൾ അതിൻ്റെ സ്പീഡ് കൺട്രോൾ ചെയ്ത ശേഷം താഴെ തന്നെ സ്മൂത്ത് സ്ലോമോ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യാം. ബെറ്റർ ക്വാളിറ്റി കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു ഫൂട്ടേജ് നമുക്ക് ഒരു ലാഗ് ഇല്ലാതെ നല്ല സ്മൂത്ത് ആയിട്ട് നമുക്ക് കിട്ടും. അടുത്തത് കേവാണ് കേട്ടോ. അത് എല്ലാ വീഡിയോഗ്രാഫേഴ്സും യൂസ് ചെയ്യുന്നതാണ് കേട്ടോ ഈ ഒരു ഓപ്ഷൻ. കാരണം ഇതിൽ നമുക്ക് ഏതൊരു വീഡിയോയിൽ ഏതൊരു ഭാഗത്താണ് നമുക്ക് സ്പീഡ് വേണ്ടത്, ഏത് ഭാഗത്ത് സ്ലോമോ വേണം എന്നുള്ളതൊക്കെ നമുക്ക് ഇതിൽ കസ്റ്റം ചെയ്യാൻ പറ്റും. ആഡഡ് ബീറ്റ് എന്നില്ലേ, അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒത്തിരി ബീറ്റ്സ് ആഡ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഇതേപോലെ സ്പീഡ് കൺട്രോൾ ചെയ്യാൻ പറ്റും. താഴോട്ട് സ്ലോമോയും മുകളിലോട്ട് സ്പീഡ് കൂടുതലാണ് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ വീഡിയോക്ക് അനുസരിച്ച് നിങ്ങളത് എഡിറ്റ് ചെയ്ത് കൊടുക്കുക. ഇനി അടുത്ത ടൂൾ എന്ന് പറയുന്നത് അനിമേഷനാണ്. അനിമേഷൻ എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ വീഡിയോയുടെ സ്റ്റാർട്ടിങ്ങിൽ അഥവാ എൻഡിങ്ങിൽ എന്തെങ്കിലും ഒരു എഫക്റ്റ് കൊടുക്കണം എന്നുണ്ടെങ്കിൽ അത് നമുക്ക് ഇതിലൂടെ ചെയ്യാൻ പറ്റും. ഇനി നിങ്ങൾക്ക് ഏത് ഭാഗത്താണ് ഈ ഒരു അനിമേഷൻ കൊടുക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ഭാഗം മാത്രം ഒന്ന് സ്പ്ലിറ്റ് ചെയ്യണേ, അല്ലെങ്കിൽ വീഡിയോ മൊത്തത്തിൽ ആ ഒരു അനിമേഷൻ വരും. അപ്പോൾ കാണാൻ തന്നെ ഭയങ്കര ബോറായിരിക്കും. അപ്പോൾ ഇതേപോലെ സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കാം. എൻഹാൻസ് വോയിസ്, ഐസൊലേറ്റ് വോയിസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോസിലുള്ള വോയിസ് മാത്രം കീപ്പ് ചെയ്തുകൊണ്ട് എന്തെങ്കിലും നോയ്സ് വോയിസ് ഉണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് റിമൂവ് ആക്കി തരും കേട്ടോ. ഇനി അടുത്ത ടൂളാണ് ബാക്ക്ഗ്രൗണ്ട് റിമൂവ്. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓട്ടോ റിമൂവലിൽ കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ നമുക്ക് ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ആക്കി കിട്ടും. അതല്ല കസ്റ്റം റിമൂവലാണെങ്കിൽ നമ്മളൊരു ബ്രഷ് ടൂൾ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ഏതൊക്കെ ഭാഗമാണോ വേണ്ടത് വെച്ചാൽ അത് മാത്രം ഇതേപോലെ ബ്രഷ് യൂസ് ചെയ്തിട്ട് ബാക്കിയുള്ള ഭാഗമൊക്കെ നമുക്ക് ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ആക്കി എടുക്കാൻ പറ്റും. അതാണ് കേട്ടോ അത്. മൂന്നാമത്തെ ക്രോമാക്കി ഓപ്ഷൻ നമ്മൾ ഗ്രീൻ സ്ക്രീനൊക്കെ ആഡ് ചെയ്യുമ്പോൾ കൊടുക്കേണ്ട ഒന്നാണ് കേട്ടോ. നെക്സ്റ്റ് ടൂളായിട്ടുള്ള റീടച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ നമുക്ക് മേക്കപ്പ് അഥവാ നമ്മുടെ ഫേസിലെയും ബോഡിയിലേക്ക് എന്തെങ്കിലും ഷേപ്പും കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിൽ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച് കൊടുക്കാൻ പറ്റും. അതാണ് കേട്ടോ ഇതിലുള്ളത്. അടുത്ത ടൂളാണ് അഡ്ജസ്റ്റിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ ഫിൽറ്റർ കൊടുക്കണമെങ്കിൽ നിങ്ങൾക്ക് അതിൽ ഫിൽറ്റർ യൂസ് ചെയ്യാം. അതെല്ലാം നിങ്ങൾക്ക് അഡ്ജസ്റ്റിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ വീഡിയോസിലുള്ള ലൈറ്റ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അതിൽ അഡ്ജസ്റ്റ് ചെയ്യാവുന്നുള്ളൂ കേട്ടോ. നെക്സ്റ്റ് ടൂളായിട്ടുള്ള റീലൈറ്റ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിൽ നമുക്ക് പല കളേഴ്സും നമുക്ക് കൊണ്ടുവരാൻ പറ്റും. ഈ ഒത്തിരി ഇൻഫ്ലുവൻസിൻ്റെ വീഡിയോസിൽ കാണുന്ന പോലെ കളർ റിംഗ് ലൈറ്റ് യൂസ് ചെയ്തിട്ട് ബാക്ക്ഗ്രൗണ്ടിൽ ഇങ്ങനെ കളറാക്കുന്നില്ലേ, ആ ഒരു സംഭവമാണ് കേട്ടോ ഇത്. ഇതിൽ നമുക്ക് ബാക്ക്ഗ്രൗണ്ടിൽ ഈ ഒരു ടൂൾ യൂസ് ചെയ്തിട്ട് നമുക്ക് ബാക്ക്ഗ്രൗണ്ടിൽ ലൈറ്റ് എഫക്റ്റ് കൊണ്ടുവരാൻ പറ്റും. അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓവർലേ. നെക്സ്റ്റ് ടൂളാണ് ഓവർലേ. ഈ ഒരു മെയിൻ ട്രാക്ക് ഫൂട്ടേജിനെ നമുക്ക് താഴോട്ടാക്കാവുന്നുള്ളൊരു ടൂളാണ് കേട്ടോ ഇത്. നെക്സ്റ്റ് ടൂളായിട്ടുള്ള ബേസിക്, അത് നമ്മുടെ ഫൂട്ടേജിനെ കറക്റ്റായിട്ട് ആ ഒരു റേഷ്യോക്ക് അനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാനുള്ളതാണ് കേട്ടോ.
നെക്സ്റ്റ് ടൂളാണ് കേട്ടോ ക്യാമറ ട്രാക്കിംഗ്. ഈ ടൂളെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഡാൻസ് ചെയ്യുമ്പോൾ ആ ഒരു ഡാൻസിൻ്റെ മൂവ്മെൻറ്റിനനുസരിച്ച് വീഡിയോ ഇങ്ങനെ ഷേക്ക് ആവില്ലേ, അത് ഇതിലാണ് ചെയ്യുന്നത്. അതിൽ ഫേസിൽ ക്ലിക്ക് ചെയ്തിട്ട് ട്രാക്ക് ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഫേസ് മാത്രം ട്രാക്ക് ചെയ്തിട്ട് ബാക്കിയുള്ള ഭാഗമൊക്കെ ഇതേപോലെ ഇങ്ങനെ ഷേക്ക് ആയിക്കൊണ്ടേയിരിക്കും. അപ്പോൾ നിങ്ങൾ ഒത്തിരി വീഡിയോസിൽ ഇത് കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഒത്തിരി പേര് കമൻറ്റ് ഇടുന്ന ഞാൻ കണ്ടിട്ടുണ്ട്, ക്യാമറമാൻ സൂപ്പറാണെന്നൊക്കെ പറഞ്ഞിട്ട്. കാരണം ആ ഒരു സംഭവം ഇതിലാണ് കേട്ടോ ചെയ്യുന്നത്. അടുത്ത ടൂളാണ് മാസ്ക് ടൂൾ. ഇതൊരു അടിപൊളിയായിട്ടുള്ള ടൂളാണ് കേട്ടോ. കാരണം വേറെ ഒന്നുമല്ല, നമ്മളൊരു ഫുട്ടേജ് ആഡ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ എഡ്ജ് ഇതേപോലെ ഫെയ്ഡാക്കി കൊടുക്കാൻ പറ്റും. നിങ്ങൾ താഴോട്ടൊരു വൈറ്റ് റൗണ്ടിൽ ഒരു ഏരോ കണ്ടില്ലേ, ഇതേപോലെ ഇങ്ങനെ വലിച്ചു കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ എഡ്ജ് ഇതേപോലെ ഫെയ്ഡാവുന്ന കാണാം. അപ്പോൾ പല ഷേപ്പിലും നമുക്കിതിൽ ഫുട്ടേജ് ആഡ് ചെയ്തിട്ട് ഇതേപോലെ മാസ്കിങ് ടൂൾ യൂസ് ചെയ്ത് ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ. നെക്സ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ളത് ബാക്കി ഇതൊന്നും ആവശ്യമില്ല. ഇനി എക്സ്ട്രാക്റ്റ് ഓഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു വീഡിയോ ഉള്ള ഓഡിയോനെ എക്സ്ട്രാക്റ്റ് ചെയ്തെടുക്കുന്നതാണ് കേട്ടോ. നെക്സ്റ്റ് ടൂളായിട്ടുള്ള മോഷൻ ബ്ലർ ഒന്നും ആവശ്യമില്ല. അടുത്തത് സ്റ്റെബിലൈസ് ടൂൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോ ഭയങ്കര ഷേക്കിംഗ് ആണെങ്കിൽ ഒന്ന് സ്റ്റേബിൾ ചെയ്ത് നിർത്താൻ പറ്റിയൊരു ടൂളാണ് കേട്ടോ ഇത്. അടുത്ത് ഓപ്പോസിറ്റ്, ആ ഒരു വീഡിയോൻ്റെ ഓപ്പോസിറ്റ് കുറയ്ക്കുകയും കൂട്ടുക ചെയ്യുന്നത്. റിവേഴ്സ് എന്ന് പറഞ്ഞാൽ ഈ ഒരു വീഡിയോയെ റിവേഴ്സ് ആക്കുന്നതാണ് കേട്ടോ. ഫ്രീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഏതെങ്കിലും ഒരു ഭാഗം നമുക്ക് ഒരു ഫോട്ടോ വേണമെന്നുണ്ടെങ്കിൽ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതൊരു ഫോട്ടോ ആയിട്ട് നമുക്ക് കിട്ടുന്നതാണ് കേട്ടോ. അപ്പോൾ ബിഗിനറായിട്ടുള്ള ഒരാൾക്ക് അതിൻ്റെ ആവശ്യമൊന്നുമില്ല. നെക്സ്റ്റ് ടൂൾ ഓഡിയോ എഫക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഓഡിയോയെ ഭയങ്കര വെറൈറ്റി സൗണ്ടൊക്കെ ആക്കില്ലേ, അതാണ് കേട്ടോ ഈ ഒരു ഓഡിയോ എഫക്റ്റിൽ. ഭയങ്കര ഒത്തിരി എഫക്ട്സും കാര്യങ്ങളൊക്കെ ഇതിലുണ്ട്. റെഡ്യൂസ് നോയ്സ് ടൂൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോസിലുള്ള അനാവശ്യ സൗണ്ടുകൾ ഇത് റിമൂവ് ആക്കി തരും. ബീറ്റ്സ് ടൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ലിറിക്സിനനുസരിച്ച് നമുക്ക് ഏതൊക്കെ ഭാഗത്ത് ഫുട്ടേജ് വേണമെന്നുണ്ടെങ്കിൽ അത് ഇതേപോലെ ആഡഡ് ബീറ്റ് കൊടുത്തു കഴിഞ്ഞാൽ വീഡിയോ ഒന്നും കൂടെ നമുക്ക് എഡിറ്റ് ചെയ്യാൻ എളുപ്പമായിരിക്കും. അതിന് വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ. നെക്സ്റ്റ് ടൂൾ ഓഡിയോ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ഫസ്റ്റ് തന്നെ സൗണ്ട്സ് എന്നാണ് കേട്ടോ. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫയലിലുള്ള സോങ്സ് നിങ്ങൾക്ക് വീഡിയോയിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും. നെക്സ്റ്റ് കോപ്പിറൈറ്റ് ആണ്. അത് നമ്മൾ യൂട്യൂബിലോട്ട് വീഡിയോ ഇടുകയാണെങ്കിൽ ആ ഒരു സോങ്ങിന് കോപ്പിറൈറ്റ് ഉണ്ടോ ഇല്ലയോ എന്ന് നോക്കുന്നതാണ് കേട്ടോ. ഇനി സൗണ്ട് എഫക്ട്സ് ആണെങ്കിൽ നമ്മൾ ട്രാൻസിഷൻ പോലത്തുള്ള വീഡിയോസ് ചെയ്യുകയാണെങ്കിൽ അതിന് യൂസ് ചെയ്യാനുള്ള സൗണ്ടും കാര്യങ്ങളൊക്കെ നമുക്കിതിലുണ്ട് കേട്ടോ. അടുത്തത് എക്സ്ട്രാക്റ്റ് എന്നാണെങ്കിൽ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഗാലറിയിലുള്ള വീഡിയോയിലെ സോങ്ങാണ് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ആ ഒരു വീഡിയോ ഇതിലോട്ട് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ഓഡിയോ മാത്രമായിട്ട് നമുക്കിതിലോട്ട് കൺവേർട്ടായിട്ട് കിട്ടും. അടുത്തത് റെക്കോർഡാണ്. നമ്മൾ വോയിസ് റെക്കോർഡ് ചെയ്യുന്നതാണ് കേട്ടോ ഇതിൽ. നെക്സ്റ്റ് ടൂള് ടെക്സ്റ്റാണ്. അത് പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല, പക്ഷേ ഇതിൽ നമുക്ക് എങ്ങനെയാണ് മലയാളം ഫോണ്ട് ആഡ് ആക്കുക എന്നുള്ളതും കൂടെ ഞാൻ പറയുന്നുണ്ട് കേട്ടോ. ഇംഗ്ലീഷ് ഫോണ്ടൊക്കെ ഓൾറെഡി ഇതിലുണ്ട്. മലയാളം ഫോണ്ട് എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒന്ന് ബാക്ക് ഇറങ്ങിയിട്ട് കോഡ് FML എന്ന് പറഞ്ഞിട്ടുള്ളൊരു ആപ്പ് ഉണ്ട്. അതൊന്ന് നിങ്ങൾ പ്ലേ സ്റ്റോറിൽ കയറിയിട്ട് ഡൗൺലോഡ് ചെയ്യാം. എന്നിട്ട് ഇവിടെ നിങ്ങൾ മലയാളത്തിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നിങ്ങളൊന്ന് കോപ്പി ചെയ്യാം. താഴെ ഒരു നീല ബോക്സാണ് കേട്ടോ കോപ്പി ചെയ്യാൻ. എന്നിട്ട് ഇവിടെ ടെക്സ്റ്റ് ഓപ്ഷൻ എടുത്തിട്ട് ആ കോപ്പി ചെയ്തത് ഇവിടെ ഒന്ന് പേസ്റ്റ് ചെയ്യാം. ഇനി നിങ്ങൾ ഫോണ്ടിൽ ക്ലിക്ക് ചെയ്തിട്ട് ഒരു പ്ലസ് ഐക്കൺ കണ്ടോ, അതിൽ ക്ലിക്ക് ചെയ്യാം. ഇതിലിപ്പോൾ ഓൾറെഡി ഞാൻ 2-3 മലയാളം ഫോണ്ട് ഉണ്ട്. നിങ്ങൾക്ക് എങ്ങനെയാണ് മലയാളം ഫോണ്ട് ഇതിലോട്ട് ആഡ് ആക്കേണ്ടത് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു പ്ലസ് ഐക്കൺ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾ മലയാളം ഫോണ്ടിൻ്റെ ഫയൽ നിങ്ങൾ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഇതുപോലെ ക്ലിക്ക് ചെയ്തിട്ട് ഓരോ ഫോണ്ടായിട്ട് ഇതിലോട്ട് നിങ്ങൾ ആഡാക്കി കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ മലയാളം ഫോണ്ടിൻ്റെ ലിങ്കൊക്കെ ഞാൻ ടെലിഗ്രാം ചാനലിൽ കൊടുത്തിട്ടുണ്ട്. വേണ്ടവർ അവിടെ പോയി ഡൗൺലോഡ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇതിൽ തന്നെ നമ്മുടെ ഫോണ്ടിൻ്റെ അനിമേഷനും കാര്യങ്ങളൊക്കെ കൊടുക്കാൻ പറ്റും. നെക്സ്റ്റ് ടൂള് ഓവർലേ ആണ് കേട്ടോ. അപ്പോൾ അതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഫുട്ടേജസൊക്കെ ആഡ് ആക്കണമെന്നുണ്ടെങ്കിൽ ആഡ് ആക്കാവുന്നതാണ്. നെക്സ്റ്റ് ടൂളാണ് ഈ എഫക്ട്സ്. ഇതിൽ വീഡിയോ എഫക്റ്റും ഉണ്ട്, ബോഡി എഫക്റ്റും ഉണ്ട്. അപ്പോൾ ആ ഒരു വീഡിയോ എഫക്റ്റിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ ഒത്തിരി എഫക്ട്സ് ഉണ്ട്. നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു എഫക്ട്സ് വേണമെന്നുണ്ടെങ്കിൽ അതിൽ ക്ലിക്ക് ചെയ്ത ശേഷം നിങ്ങൾ അതിൽ തന്നെ അഡ്ജസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ ഉണ്ടാവും. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങളുടെ വീഡിയോയ്ക്ക് അനുസരിച്ച് ഇത് നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചെടുക്കാൻ പറ്റും. എന്നിട്ട് നിങ്ങൾക്ക് ഏതൊരു ഭാഗം മാത്രമാണ് ഈ ഒരു എഫക്റ്റ് വേണമെന്നുണ്ടെങ്കിൽ ഇതേപോലെ നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചെടുക്കാൻ പറ്റും. ഇനി നെക്സ്റ്റ് ടൂൾ ആസ്പെക്ട് റേഷ്യോ ആണ്. ഇത് നമുക്ക് നമ്മുടെ ഫുട്ടേജിൻ്റെ റേഷ്യോ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. 9:16 ആണ് നമ്മൾ റീൽസിൻ്റെ റേഷ്യോ. അപ്പോൾ വീഡിയോയുടെ റേഷ്യോ നമുക്ക് ഇതിൽ സെറ്റാക്കാൻ പറ്റും. ഇനി സ്റ്റിക്കറാണ്. അപ്പോൾ ഇതിൽ ഒത്തിരി സ്റ്റിക്കേഴ്സൊക്കെ ഉണ്ട്. നമ്മൾ വീഡിയോ സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ ഇതേപോലെ വൈറ്റ് ബോക്സ് വരും. ആ ഒരു വൈറ്റ് ബോക്സിൽ ക്ലിക്ക് ചെയ്താൽ ഇതിലും ഒത്തിരി എഫക്ട്സ് ഉണ്ട് കേട്ടോ. ഇനി ഏതെങ്കിലും ഒരു വീഡിയോയിൽ നമുക്ക് എഫക്ട്സ് ഇല്ലാണ്ടേയും വീഡിയോയിൽ മൂവ്മെൻറ്റ്സ് കൊണ്ടുവരാൻ പറ്റും. അതിന് മുകളിലുള്ള
ആ ഒരു വീഡിയോയുടെ സ്റ്റാർട്ടിങ്ങിൽ ഒരു കീ ഫ്രെയിം ആഡ് ആക്കുക, അതേപോലെ എൻഡിങ്ങിൽ കീ ഫ്രെയിം ആഡ് ആക്കിയിട്ട് നിങ്ങൾ അതിലോട്ട് മൂവ്മെൻറ്റ്സ് കൊടുക്കുക. ചിലപ്പോൾ സൂം ആക്കുക, അല്ലെങ്കിൽ സൈഡിൽ നിന്ന് വരുന്ന രീതിയിലൊക്കെ ഒരു മൂവ്മെൻറ്റ്സ് കൊടുക്കുക. അപ്പോൾ അതൊക്കെ ഇതിൽ ചെയ്യാൻ പറ്റും കേട്ടോ. അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു ഗ്രാഫ് കണ്ടില്ലേ, ആ ഒരു ഗ്രാഫിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ കൊടുത്ത മൂവ്മെൻറ്റ്സിൻ്റെ സ്പീഡ് നമുക്കതിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അതാണ് കേട്ടോ ഇത്. അപ്പോൾ ബിഗിനറായ ഒരാൾക്ക് ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞാൽ തന്നെ വീഡിയോ അടിപൊളിയായിട്ട് എഡിറ്റ് ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ ബാക്കിയുള്ള ടൂൾസൊക്കെ നിങ്ങൾ എഡിറ്റ് ചെയ്ത് ഇങ്ങനെ പഠിച്ചു വരുമല്ലോ, അതിൻ്റെ കൂട്ടത്തിൽ അത് നിങ്ങൾ ഓട്ടോമാറ്റിക്കായിട്ട് പഠിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ അതിന് പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട കാര്യമൊന്നുമില്ല. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനി നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണും വരെ ബൈ ബൈ.